എന്തൊരു വിശ്വാസ്യതയാണ് ഈ കേരളം കൽപ്പിക്കുന്നത്. അദ്ദേഹം നിയമസഭയിൽ ഇതിനെക്കുറിച്ച് പറയും പുച്ഛഭാവത്തിൽ പരിഹാസ രൂപേണെ പറയുകയാണ്. ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമേക്കുന്ന സംഭവങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ഒരു മന്ത്രിയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് ഇറങ്ങി അവർക്ക് ഇങ്ങനെ ജനങ്ങളെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ ഗവൺമെന്റ് അല്ലേ? ഈ ഗവൺമെന്റ് ഭരിച്ചത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷേ ഒരു സാഹചര്യം, നമ്മുടെ വന്യമൃഗങ്ങൾക്ക് താമസിക്കാനുള്ള സാഹചര്യം വനത്തിലുണ്ടാകണം. ആ വനത്തിനുള്ളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങൾ, എത്ര വന്യമൃഗങ്ങൾ വരെ വനത്ത് ജീവിക്കാൻ കഴിയും? അതൊരു നിത്യസ്ഥിതി ഗവൺമെന്റ് തിട്ടപ്പെടുത്തണം. ആ നിത്യസ്ഥിതി തിട്ടപ്പെടുത്തി കൂടുതലുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത്, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഒരു ഗവൺമെന്റ് നിസ്സംഗഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊലപാതകങ്ങളുടെ, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ കൊലയാളികൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വകുപ്പ് മന്ത്രി എടുക്കുന്ന നിസ്സംഗഭാവം, ആ നിസ്സംഗഭാവം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വനവകുപ്പ് മന്ത്രിയെ പ്രതിയാക്കി, കൊലയാളിയാക്കി കേസെടുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാണം കെട്ടൊരു ഗവൺമെന്റ് സംസ്ഥാനത്ത് ഭരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ ഇതിനിടയിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ചരിത്രത്തിൽ ആദ്യമായി മലയോര മേഖലയിലൂടെ കടന്ന് UDF ഒരു പര്യടനം നടത്തുന്ന ഒരു സമരമുഖം തുറക്കുന്നത്. ഇത്രയും ആളുകളാണ് വന്നിട്ടുള്ളത്. ചെന്ന മേഖലകളിലൊക്കെ തന്നെ ആയിരങ്ങളൊക്കെ ആളുകളാണ് അവിടെ കൂടിയിട്ടുള്ളത്. എല്ലാ മലയോര മേഖലകളിലെ മലയിടുക്കുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജനങ്ങൾ. ഞങ്ങളുടെ ജീവന് ഇനിയെങ്കിലും പരിഹാരമുണ്ടാക്കി തരണം, ഇനിയെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നുള്ള വലിയ ഒരു മുറവിളിയോടുകൂടിയാണ്, ഒരു നിലവിളിയോടുകൂടിയാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം. പ്രതിഷേധമുയരുമ്പോൾ, ശക്തമായ പ്രതിഷേധമുയരുമ്പോൾ, പ്രത്യേകിച്ച് കാട്ടുപന്നിയും കാട്ടാനയും അതുപോലെ തന്നെ പുലിയും കടുവയും ഒക്കെ നമ്മുടെ ആളുകളെ കടിച്ച് മുറിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമുയർന്നു വരുമ്പോൾ ആ രക്തത്തുള്ളികൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് വീഴാനിടയായാൽ അവിടെ നിന്ന് നമുക്ക് ഉയരണം ഒരു വലിയ ശക്തമായിട്ടുള്ള സമര മുന്നേറ്റം. ഇനി ഒരു തുള്ളി രക്തം ഈ വന്യമൃഗത്തിന്റെ ആക്രമണത്താൽ മനുഷ്യ ശരീരത്തിൽ നിന്ന്, കേരളത്തിലെ പ്രിയപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ നിന്ന് വീഴാൻ കൊണ്ട് സാഹചര്യമുണ്ടായാൽ നമുക്ക് ഇനി അടങ്ങിയിരിക്കാൻ സാധ്യമല്ല, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീർച്ചയായിട്ടും ആ രക്തത്തുള്ളികളെ നമ്മുടെ ആവേശമാക്കി എടുത്തുകൊണ്ട് ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര മനോഹരമായി നിലയിൽ ഈ സംഗമം സംഘടിപ്പിച്ച എല്ലാ നേതാക്കന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ശ്രീ അനൂപ് ജേക്കബ് MLA നിങ്ങളോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, സന്നിധരായിരിക്കുന്ന ബഹുമാനരായ UDF നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം നയിക്കുന്ന ഈ ജാഥ അതിന്നിവിടെ കടന്നു വരുമ്പോൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ജനസമൂഹം, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുമ്പോട്ട് പോകുന്ന
പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആശങ്കയെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒന്നാണ്. ഇവിടെ ശ്രീ ഉണ്ണിയാടൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ജാഥ വ്യത്യസ്തമായ നിലയിൽ ഒരു പ്രദേശത്തെ കേന്ദ്രീകൃതമായി നടത്തുന്ന ഒന്നാണ്. മലയോര പ്രദേശങ്ങളെ കേന്ദ്രീകൃതമായി UDF നടത്തുന്ന ജാഥ ഇത്തരത്തിൽ വളരെ വിരളമായ നിലയിലാണ് ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇന്ന് കേരളത്തിൽ ജനജീവിതം പ്രത്യേകിച്ച് ഈ മേഖലകളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വന്യമൃഗ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പേര് കൊല്ലപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 1000-ൽ പരം മനുഷ്യർ ഗുരുതരമായി പരിക്കേറ്റ് അറിയപ്പെടാതെ കിടക്കുന്നവർ അനേകരാണ്. ഹെക്ടർ കണക്കിന് കൃഷിനാശമാണ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് പലതലങ്ങളിലും ജീവിതം ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനതയെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഗവൺമെൻറ്. സ്നേഹിതരെ, ഈ വിഷയം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ നിയമസഭയിൽ ഈ കഴിഞ്ഞ 9 വർഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ UDF ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് വന്യജീവികളുമായി ബന്ധപ്പെട്ട് ജനജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തന്നെയാണ്. വന്യജീവി ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബഹുമാനരായ MLA മാർ ഏറെ ചൂണ്ടിക്കാട്ടുള്ള വിഷയം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മറുപടി പലപ്പോഴും ഒരേ രീതിയിൽ നിലകൊള്ളുന്നു. അതിൻ്റെ അകത്ത് യാതൊരു ഇടപെടലുകളും സർക്കാർ നടത്താൻ കഴിയുന്നില്ല. ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടാവുന്നില്ല. ഇത് തനിയാവർത്തനം പോലെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട്ടിലെ ഏറ്റവും ഒടുവിൽ രാധ എന്ന് പറഞ്ഞൊരു സഹോദരി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ആ ശരീരം കടുവ ഭക്ഷിച്ചു എന്നുള്ള അതിക്രൂരമായൊരു സംഭവം. ഒരു പക്ഷേ ആ വാർത്ത പൂർണ്ണമായി നമുക്ക് വായിക്കാൻ പോലും പലർക്കും കഴിഞ്ഞിട്ടില്ല. അതിനെ വാർത്ത പൂർണ്ണമായി വായിച്ച് പൂർത്തിയാക്കാൻ പലരും തയ്യാറായില്ല എന്നുള്ള അത്രമാത്രം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണാനിടയായത്. കോതമംഗലത്ത് ഏതാനും മാസങ്ങളിടയിൽ 2 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട എൽദോസ് എന്ന് പറഞ്ഞ ഒരു യുവാവ്, അദ്ദേഹം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ ജനം സമ്മതിച്ചില്ല. അവിടെ രാഷ്ട്രീയക്കാരും ഇടപെട്ടില്ല. ജനങ്ങൾ വളരെയേറെ തമ്പടിച്ച് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ നിന്നു. ഏകദേശം 2:30-3 മണി വരെ വെളുക്കെ പ്രതിഷേധം ആളിക്കത്തി. അധികാരികൾ വന്ന് പല രീതിയിൽ ചർച്ചകൾ നടത്തി അവസാനം 3 മണി കഴിഞ്ഞപ്പോഴാണ് ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ, പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങൾ പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെയുള്ളൊരു മരണം ആ പ്രദേശത്തുണ്ടായത്. അന്ന് അധികൃതർ വന്നു നൽകിയ വാഗ്ദാനം ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രക്ഷോഭം കൂടുതൽ ശക്തമായി രണ്ടാമത്തെ സംഭവത്തിലേക്ക്, എൽദോസ് മരി സംഭവത്തിലേക്ക് ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധമായ നിലയിലേക്ക് ആ രംഗം മാറാൻ ഇടവന്നത്. അപ്പോൾ പലപ്പോഴും ഗവൺമെന്റ് ഒരു വിഷയം വരുമ്പോൾ കളക്ടർ അല്ലെങ്കിൽ അധികൃതരെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വന്ന് പറയുന്ന നടപടികൾ അവിടെ അപ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരൊന്ന് പാസിഫൈ ചെയ്ത് സമാധാനിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം, പിന്നീട് ഒരു തുടർ നടപടിയും ഉണ്ടാവുന്നില്ല. അങ്ങനെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു, വന്യജീവി ആക്രമണങ്ങൾ, കൊല്ലപ്പെടുന്ന ജനങ്ങൾ അവിടെ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? 5 ലക്ഷം രൂപ ഉടനെ കൊടുക്കും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കും, ആദ്യ ഗഡു കൊടുക്കും. അതോടെ ഇവിടെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ്. അതോടെ ഉത്തരവാദിത്തം തീരുകയാണോ? ഒരു മനുഷ്യന്റെ ജീവന്റെ വില 10 ലക്ഷമാണോ? 50 ലക്ഷമാണോ? അത് 1 കോടിയാണോ? മനുഷ്യന്റെ ജീവന് വിലയിടുകയാണ് ഈ സർക്കാർ ഇവിടെ ചെയ്യുന്നത്. വിലമതിക്കാനാവാത്ത ജീവിതങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഓരോ ജീവനും അതിന് പൈസയും കൊണ്ട് വില കൊടുക്കുന്ന ഒന്നാവരുത്. പക്ഷെ ഈ സർക്കാർ ചെയ്യുന്ന അതാണ്, വിലയിടുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു മനുഷ്യജീവന് വിലയിട്ട് അതോടെ അവരുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പറയുന്ന നിഷേധാത്മകമായ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിലിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധം ഉയരുകയാണ് പല തലങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ മന്ത്രിയുടെ ആദ്യത്തെ ചോദ്യം, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് പലപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളി ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള മന്ത്രിയാണ്, വന്യജീവി സംരക്ഷണമാണ്, സാങ്കേതികമായിട്ടായിരിക്കാം. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ
മന്ത്രിയായി നിൽക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിലും മന്ത്രി പറയേണ്ട വാക്കുകളല്ല അദ്ദേഹത്തിൽ നിന്ന് വനം മന്ത്രിയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയിട്ടുള്ളതാണ്. സ്വതന്ത്രമായി ഭയരഹിതമായി ആത്മാഭിമാനത്തോടെ ജീവിക്കുവാനുള്ള അവകാശമാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? എത്ര പേർ കൊല്ലപ്പെടുന്നു? എന്താണ് ഇവർക്കൊരു ക്രിയേറ്റീവായുള്ള നടപടി? എന്താണ് ഇടപെടൽ? ഇവിടെ ഫെൻസിങ് നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ഈ വിഷയങ്ങളിലേക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ കോതമംഗലത്ത് ഒരു വിഷയം സൂചിപ്പിച്ചുവല്ലോ, ഇതേ ആവർത്തനമാണ്. ഇത് ഉണ്ടായി കഴിയും, ഞങ്ങൾ ഫെൻസിങ് ചെയ്യും, കിടങ്ങ് ഒഴിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ഇപ്പം മന്ത്രി പറയുന്ന കാട്ടിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമായ ഭക്ഷ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഉണ്ടാകും. ഇതൊക്കെയാണ് ഇപ്പോൾ വനമന്ത്രിയുടെ വേർഷൻ. ഇപ്പം കടുവയെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല, അങ്ങനെ അധികാരം ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ അധികാരം അവർ ഉപയോഗിച്ചുവല്ലോ. ആ കടുവയെ കൊല്ലാൻ, നരഭോജിയായ കടുവയെ കൊല്ലാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. ആ കടുവ അല്ല ചത്തും പോയി. അപ്പോൾ ഇവിടെ ജീവൻ ആപത്കരമായ നിലയിൽ വരുന്ന വന്യമൃഗങ്ങളെ നേരിടാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നതാണ്. അതിൻ്റെ അകത്ത് നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അടിയന്തരമായി വരുത്തുവാനുള്ള നടപടിയിൽ ഉണ്ടാവണം. ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ കർഷകർക്ക് ജീവിക്കണ്ടേ, മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഒരു കാലത്ത് കുടിയേറ്റമായിരുന്നുവെങ്കിൽ ഇന്ന് കുടിയിറക്കത്തിലേക്ക് ഒരു ജനതയെ തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തടയിടണം. ഇവിടെ കുടിയിറക്കമല്ല വേണ്ടത്, സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. ഈ ജാഥയിലൂടെ UDF മുമ്പോട്ട് വെക്കുന്നത് അത് തന്നെയാണ്. ജനങ്ങൾക്ക് സുരക്ഷിതമായ സാഹചര്യം ഉറപ്പുവരുത്തുവാൻ മുന്നണിയുണ്ട്, UDF ഉണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ദീർഘമായി കടന്നു പോകുന്നതിൽ അനവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി പലപ്പോഴും മാറിപ്പോകുന്നു. ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൽ നിന്നുള്ള സംരക്ഷണം, കാർഷിക മേഖലയിലെ സംരക്ഷണം, തൊഴിൽ സംരക്ഷണം, ഇതിലേക്കൊന്നും ആരോഗ്യ മേഖലയിലെ സംരക്ഷണം, ഇതിലൊന്നും ഗവൺമെന്റിന് ശ്രദ്ധയില്ല. ബ്രൂവറിയും വലിയ വലിയ അഴിമതിക്കുള്ള വേദി ഏതാണ് എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൂട്ടുത്തരവാദിത്തം സർക്കാരിന് നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് വരുന്ന. മുന്നണിയിൽ പോലും അഭിപ്രായ ഐക്യമില്ല, മന്ത്രിസഭയിലില്ല, മുന്നണിയിലില്ല. ഒരു കക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു മുന്നണിയുടെ നയമായിട്ട് ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ അനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സ്നേഹിതരെ, ഗവൺമെന്റിന്റെ മുൻഗണന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിലേക്ക് ആയിരിക്കണം. സമാധാനപരമായി ജീവിതം മുമ്പോട്ട് പോകാൻ, സുഗമമായി ജീവിതം മുമ്പോട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതായിരിക്കണം. അതിൽ ഈ സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സ്നേഹിതരെ, ഈ ജാഥ തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരങ്ങളോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകുന്ന മലയോര ജാഥ, അതിൽ പങ്കാളികളാവാൻ കടന്നു വന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി RSP നേതാവ് ശ്രീ ഷിബു ബേബി ജോൺ XMLA നിങ്ങളോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് CG ബാലേന്ദ്രൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സഹാക്കളെ, സുഹൃത്തുക്കളെ, ജാഥ ക്യാപ്റ്റൻ, പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നതിൻ്റെ ആരവം നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു ജാഥ സംഘടിപ്പിക്കാൻ ആധാരമായ കാരണങ്ങളെക്കുറിച്ച് ഇതിനോടകം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലയിലെ ജനത നേരിടുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, അവിടെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നിസ്സംഗത, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ജാഥയുമായി കണ്ണൂരിൽ നിന്ന് പ്രയാണം ആരംഭിച്ചത്. നിങ്ങൾക്കറിയാം, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇതുകൂടാതെ കൃഷി ലാഭകരമല്ലാത്ത സാഹചര്യമുണ്ട്. അതിലുപരിയായി പ്രകൃതി ദുരന്തങ്ങളുടെ
എല്ലാ ഭാരവും ഏൽക്കേണ്ടി വരുന്ന ഒരു സമൂഹമായി മലയോര കർഷകർ മാറുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു സഹായം എത്തിക്കാനുള്ള ഗവൺമെൻറ്, അത് കേന്ദ്രമാണെങ്കിലും പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും, അവിടെ വളരെ നിസ്സംഗതയോടുകൂടി നിർവികാരതയോടുകൂടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളം ഇത്രയും വില കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ശരാശരി ഒരു സംസ്ഥാനത്തെ വനം 20% വനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ശരാശരി. കേരളത്തിൻ്റെ വനം 29.1%. എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ പൗരബോധത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് 29.1%. നമ്മുടെ പ്ലാന്റേഷൻ മേഖലയുടെ പച്ചപ്പൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രീൻ കനോപ്പി എന്ന് പറയും, അതിൻ്റെ ആ പച്ചപ്പൂട് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 43% ഈ പരിധിയിൽ വരുന്നതാണ്. ബാക്കി 57%-ലാണ് 3.5 കോടി ജനങ്ങൾ താമസിക്കുന്നത്. എന്നാൽ വനം സംരക്ഷിച്ച ഒരു സമൂഹം, വനം സംരക്ഷിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടാത്ത ഒരു സമൂഹം, അതുകൊണ്ട് തന്നെ അവിടെ വന്യമൃഗങ്ങൾ പെരുകുകയും അവർ നാട്ടിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഇവിടെ സ്വാഭാവികമായി നമ്മുടെ മുമ്പിൽ ഉദിക്കുന്ന ചോദ്യം എന്താണ്? ഒരാൾ വനത്തിലേക്ക് ചെന്ന് ഒരു മൃഗത്തെ കൊന്നാൽ ജയിലിൽ ഇടിഞ്ഞു വീണാൽ പോലും അതിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കാത്ത നിയമമാണ് രാജ്യത്തുള്ളത്, അല്ലേ? പക്ഷേ അവിടുന്ന് വന്ന് മനുഷ്യനെ കൊന്നാൽ, ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഭരണഘടന ഉണ്ടായിട്ടുള്ളത്, ആ മനുഷ്യനെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല. മനുഷ്യനെ കൊന്നാൽ മൃഗത്തിനെ പിടിച്ച് ജയിലിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ, അവരെ പിടിച്ച് അകത്താക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഇവിടെ അനൂപ് പറഞ്ഞതുപോലെ നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ പറഞ്ഞത് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന ഇറങ്ങുന്നത്? അല്ല മിസ്റ്റർ ശശീന്ദ്രൻ, ഒരു കഴുത ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. അതിന്റെ മേളിലിരിക്കുന്ന രക്തദാഹിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇവിടെ മനുഷ്യത്വമില്ലാതെ പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം. ഇതിന് പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യപ്പറ്റില്ലാത്ത ഗവൺമെന്റിന് ഇവിടുന്ന് മാറണം. ഈ മലയോര കർഷകരോടൊപ്പം നിൽക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് 2026 വരണം. അത് മാത്രമേ ഉള്ളൂ ശാശ്വത പരിഹാരം എന്നുള്ളത്. ഇവിടെ അനൂപ് ചോദിച്ച് ഈ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ്, ഈ ഗവൺമെന്റ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചു. ഇവിടെ നമുക്കറിയാം, രാധ എന്ന് പറഞ്ഞ സഹോദരി കൊല്ലപ്പെട്ടപ്പോൾ വകുപ്പ് മന്ത്രി പാട്ടുപാടി ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഞാൻ ശശീന്ദ്രനെ കുറ്റം പറയില്ല. കാരണം എന്താ, ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ഒരു ജോലിയെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൻ ഇരിക്കുന്ന കസേര തൂത്ത് വൃത്തിയാക്കി, പൊടിയില്ലാതെ തൂത്ത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ജോലിക്ക് മാത്രമാണ് മന്ത്രിമാരെ ഉപയോഗിക്കുന്നത്. അതിന് മാത്രം കൊള്ളാവുന്ന മന്ത്രിമാരുമായി പോകുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഞാൻ ദീർഘമായി കടക്കുന്നില്ല. കേരളത്തിൻ്റെ സംസ്കാരം തന്നെ മാറി മറിയുകയല്ലേ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കൊലപാതകങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ക്രൂരത, കഴിഞ്ഞ ദിവസമല്ലേ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞത്. അതിനു മുമ്പ് ഓരോ സംഭവ വികാസങ്ങൾ. എന്താണ് ഇതിന്റെ മൂല കാരണം? പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മയക്കുമരുന്നിന്റെ വ്യാപനം സംഘടിതമായി
CPM-ഉം CPM-നോടൊപ്പം നിൽക്കുന്നവർ ഏറ്റെടുത്തതിന്റെ ദുരന്തമല്ലേ ഇന്ന് കേരളം അനുഭവിക്കുന്നത്? ഈ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കേസുകളിൽ CPM-ന്റെ വിവിധ തലങ്ങളിലുള്ളവരുടെ പങ്കാളിത്തം നമ്മൾ കണ്ടതല്ലേ? പിണറായി വിജയൻ കുറച്ചുനാൾ മുമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നൊരു ആഹ്വാനം ചെയ്തു. ഞാൻ അന്നേ വിചാരിച്ചു ലഹരിയുടെ വ്യാപനം കൂടുന്നു. ഏതാ 6 വർഷം ഭരിച്ചു കഴിഞ്ഞ് 7ാം വർഷമാണ് പുള്ളി പറയുന്ന ലഹരിയുടെ വ്യാപനം കൂടി, ക്യാമ്പയിൻ വേണം. ക്യാമ്പയിൻ ആരെയാ പങ്കെടുപ്പിച്ചത്? പാവപ്പെട്ട സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ നടത്തി. അങ്ങനെ തിരുവനന്തപുരത്ത് മലയൻകീഴ് ഓരോ പ്രദേശത്തും ക്യാമ്പയിൻ നടത്താനുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റി, സംഘാടക സമിതി രൂപീകരിച്ച് തിരുവനന്തപുരത്ത് മലയൻകീഴ് സംഘടിപ്പിച്ച ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ളത് അവിടുത്തെ DYFIയുടെ നേതാവാണ്. രാവിലെ ഈ പാവപ്പെട്ട കൊച്ചുങ്ങളെ വെയിലത്ത് മണിക്കൂറുകളോളം നിർത്തി എല്ലാം കഴിഞ്ഞ് ക്യാമ്പയിനും കഴിഞ്ഞ് വൈകിട്ട് എന്ന് യാദൃശ്യമായി പോലീസ് ഒരു റെയ്ഡ് നടത്തിയപ്പം പിടിച്ചേക്കുന്ന ഏതാ? പിണറായി വിജയന്റെ ഈ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനെയാണ് അവിടെ മയക്കുമരുന്ന് വിതരണവുമായി പിടിച്ചേക്കുന്നത്, DYFIയുടെ നേതാവ്. പിന്നെ ഒന്നുകൂടെ ഉണ്ടായി, അത് തീർന്നില്ല. അയാളുടെ ഫോൺ പരിശോധിച്ചപ്പോ 43 പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ നഗ്ന ഫോട്ടോയുടെ ആ മൊബൈൽ ഫോണിനകത്തുണ്ട്. പിന്നെ ഒരു സംസ്കാരം മാറുന്നതും ആലപ്പുഴയിൽ ഷാനവാസ് എന്ന് പറയുന്ന CPM-ന്റെ കൗൺസിലർ, ഇവിടെ ഈ ശംഭു എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുമല്ലോ അല്ലേ, നാക്കിനടിയിലിടുന്ന, ഓരോരുത്തർക്കും ഓരോ പേരാണ്, ഹാൻസ്, ശംഭു. വളരെ രസകരമാണ്. ഞാൻ ചവറയിൽ ഈ കുറച്ചാൾ മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, സാറേ എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ മൈസൂരിൽ പോയപ്പോൾ മൈസൂരിൽ നിന്ന് ഞാനിത് 100 പാക്കറ്റ് വാങ്ങിച്ചു. 5 രൂപ അവിടെ കടയിലെ വില. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്ത്, കേരളത്തിൽ നിന്ന് നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കേരളത്തിൽ ഇതിന് 50 മുതൽ 80 രൂപ വരെയാണ് ഒരു പാക്കറ്റിന്റെ വില. എന്നാൽ അയാൾ കണക്ക് കൂട്ടി പറഞ്ഞു, ഞാൻ 100 പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിലുള്ള ലാഭം 5000 രൂപയാണ്. ഞാനത് പറയാൻ കാരണം ആലപ്പുഴയിലെ ഷാനവാസ് എന്ന് പറഞ്ഞ CPM-ന്റെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർ കരുനാഗപ്പള്ളിയിൽ വെച്ച് പോലീസ് യാദൃശ്യമായി തടഞ്ഞു നിർത്തിയപ്പോൾ 2 ലോറി ആണ് പിടിച്ചത്. ഈ 2 ലോറി നിറയെ ഈ ഹാൻസ് എന്ന് പറഞ്ഞ ഈ ശംഭു എന്ന് പറഞ്ഞ സാധനമാണ്. 500 രൂപ മുടക്കിയവൻ 5000 രൂപയാണ് ലാഭമെങ്കിൽ ആ 2 ലോറി സാധനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വ്യാപനം അത് അവർ ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം മയക്കുമരുന്നിന്റെ സ്വാധീനം വരുന്നു. ആ സ്വാധീനത്തിൽ മനുഷ്യരല്ലാതായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരുന്നു. ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ വരുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇതിനോടൊപ്പം വളരെ രസകരമായി ഇവിടെ ചെന്താമരയുടെ വിഷയമൊക്കെ ഇവിടെ ആരോ പരാമർശിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ പുരോഗമന ആശയത്തിന് സ്വാധീനമുണ്ടെന്നാണ് അർത്ഥം. കേരളത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമുണ്ട്, ഇടതിനേക്കാൾ ഇടതാണ് വലതുപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നവർ പുരോഗമനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ വന്ന് കേരളം ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് പരിഷ്കൃത സമൂഹമായി കേരളം മാറി. അവിടെ നടക്കുന്ന ചെന്താമരയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ പറഞ്ഞു വരാം. കുറച്ചാൾ മുമ്പ് നമ്മൾ കേട്ടതാണ്, പത്തനംതിട്ടയിൽ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യബലി, നരബലിയെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. ചെന്താമരയ്ക്ക് എന്താ പറ്റിയെന്നറിയാമോ? ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോയി. അയാൾ പോയി ഏതോ മന്ത്രവാദിയെ കണ്ട് ഭാര്യ പിണങ്ങിപ്പോയതിന്റെ കാര്യം അന്വേഷിച്ചു. മന്ത്രവാദി പറഞ്ഞു, അടുത്ത വീട്ടുകാർ താങ്കൾക്കെതിരെ കൂടോത്രം ചെയ്ത് അതുകൊണ്ടാണ് ഭാര്യ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ ചെന്താമര കാത്തു നിന്നില്ല, നേരെ പോയി അവിടുത്തെ സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം 4.5 വർഷം ജയിലിൽ കിടന്നിട്ട് പുള്ളിയുടെ പ്രതികാരദാഹം തീരുന്നില്ല. ഇവിടെ ശ്രീമതി ഷാനിമോൾ സൂചിപ്പിച്ചതുപോലെ അവിടത്തേക്ക് വന്ന്
ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. അതിന്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടും പോലീസ് അനങ്ങുന്നില്ല. അങ്ങനെ അവിടെ 2 ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് പാറശാലയിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തി വകയിരുത്തി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി വന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതിനും കാരണം എന്താണെന്നറിയോ? ഗ്രീഷ്മയുടെ അടുത്ത് ഏതോ മന്ത്രവാദി പറഞ്ഞു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. അന്നേരം ഗ്രീഷ്മ ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി, ഇയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചെന്ന് വരുത്തി മാലയിട്ട് കല്യാണം കഴിച്ചു, അന്ന് എന്നെ തട്ടിക്കളഞ്ഞു. അന്നേരം ജാതക ദോഷവും തീർന്നു കിട്ടിയല്ലോ, മന്ത്രവാദി പറഞ്ഞ ദോഷം തീർന്നു കിട്ടിയല്ലോ. ഈ നിലയിലേക്ക് സമസ്ത മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തെ സമസ്ത ജനവിഭാഗവും ജീവിക്കാൻ ഒക്കാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആകെ ഇതിൽ സന്തോഷിക്കുന്നത് പിണറായി വിജയനും കുടുംബവും അദ്ദേഹത്തിൻ്റെ ചില പാർട്ടിക്കാരും ഇതൊരു സമ്പാദനത്തിനുള്ള ഒരു മാർഗമായി കാണുന്നവരൊഴിച്ചാൽ എല്ലാ മേഖലയിലും അസന്തുഷ്ടരാണ്. ഐക്യജനാധിപത്യ മുന്നണി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ജാഥയ്ക്ക് RSPയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി UDFന്റെ ചാലക്കുടി നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ TJ സനീഷ് കുമാർ ജോസഫ് MLA, ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ശ്രീ MM ഹസൻ ശ്രീ UDF കൺവീനർ, വേദിയിലെ കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്വാഗതം ആശംസിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും 100-ൽ പരം നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞങ്ങൾ എഴുതി വെച്ചപ്പോൾ ഏതാണ്ട് 100-ൽ പരം പേരുടെ പേരുകളുണ്ട്. അതിൽ 4-5 പേര് വിട്ടുപോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച്, അതുപോലെ തന്നെ സമയം, നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ് അവർക്ക് ഇന്ന് മലയാറ്റൂർ, കോതമംഗലം മുതലായ സ്ഥലങ്ങളിൽ ഇവർക്ക് പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീട്ടിപ്പിടിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ UDFൻ്റെ നേതാക്കന്മാർക്കൊക്കെ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കടമയാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. ക്ഷമിക്കണം. നമ്മുടെ ഈ മീറ്റിങ്ങിൽ പ്രമുഖന്മാരായിട്ടുള്ള UDFൻ്റെ നേതാക്കന്മാർ 3-4 പേര് പ്രസംഗിച്ചു. ഇനിയും പ്രസംഗിക്കാനായിട്ടുള്ള ആളുകളുണ്ട്. ജില്ലയിലെയും അടുത്ത ജില്ലയിലെയും MLAമാരിവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർക്കും സ്വാഗതം ആശംസിക്കാൻ ഞാൻ കടക്കുകയാണ്. ആദ്യമായി UDFൻ്റെ ചെയർമാൻ ശ്രീ VD സതീശൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ UDF കൺവീനർ ശ്രീ MM ഹസൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ സനീഷ് കുമാർ ജോസഫ് MLAക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ ബെന്നി ബെഹനാൻ MPക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഞാൻ ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞ MLAമാർ 5-8 പേരുണ്ട്. എല്ലാവരും പേര് പറയുന്നില്ല. എല്ലാവർക്കും ഘടകകക്ഷി നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹം പ്രസംഗിച്ചു.
അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ശ്രീ അനൂപ് ജേക്കബ് MLA ഇവിടെ വന്നിരുന്നു, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. KDPയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് മോൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ തോമസ് ഉണ്ണിയാടൻ ഇവിടെ വന്നു, അദ്ദേഹം പ്രസംഗിച്ചു. ശ്രീ തോമസ് ഉണ്ണിയാടന് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ PC തോമസ് ആണ് ആദ്യം ഇവിടെ പ്രസംഗിച്ചത്, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ ജോസഫ് ചാലിശ്ശേരി മുൻ UDF ചെയർമാൻ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു, അവരിവിടെ പ്രസംഗിച്ചതാണ്. ശ്രീ ഷിബു ബേബി ജോൺ പ്രസംഗിച്ചു, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. റോജി M ജോൺ ഇവിടെ വന്നിട്ടുണ്ട്. അൻവർ സാദത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ രമ്യ ഹരിദാസ് ex-MP വന്നിട്ടുണ്ട്. അനിൽ അക്കര ex-MLA വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും, രാജൻ ബാബു, പിന്നെ മുഹമ്മദ് റഷീദ് വന്നിട്ടുണ്ട്. വികാസ് ചക്രവാണി വന്നിട്ടുണ്ട്. അങ്ങനെ ഘടകകക്ഷികളുടെ എല്ലാ നേതാക്കന്മാരുണ്ട്. പേര് പറയാൻ ഞാൻ എഴുതി വെച്ചാൽ 3-4 പേജുണ്ട്, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പിന്നെ MP ഒക്കെ പ്രസംഗിക്കണം, അപ്പോൾ 2 വാക്കാണെങ്കിലും പറയണം എന്ന് പറയുക. കാരണം തിരക്കടിച്ച് പോയി കഴിഞ്ഞാൽ ആ യോഗത്തിൽ ആ MP-നെ കൊണ്ട് പ്രസംഗിച്ചില്ല എന്ന് പറയരുത്. അതുകൊണ്ട് MP വരണം, MP പറയണം. എല്ലാവരും പറ്റാവുന്ന ഈ 2 വാക്കാണെങ്കിലും പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ന ഈ വെയിലത്ത് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഈ മലയോര സമരയാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ അവറുകൾ, UDFൻ്റെ കൺവീനർ ശ്രീ MM ഹസൻ അവറുകൾ, ചാലക്കുടിയുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ, വേദിയിലെ ഏറ്റവും ആദരണീയരായ UDFൻ്റെ സമുന്നതരായ നേതാക്കൾ ഷിബു ബേബി ജോൺ ex-MLA, ശ്രീ PC തോമസ് മുൻ MP, ശ്രീ രാജൻ ബാബു, ശ്രീ തോമസ് ഉണ്ണിയാടൻ, ബഹുമാന്യരായ MLA-മാർ ശ്രീ റോജി M ജോൺ, ശ്രീ അൻവർ സാദത്ത് അടക്കം ഏറ്റവും സമുന്നതരായ UDFൻ്റെ നേതാക്കന്മാരെ, ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, UDFൻ്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച മലയോര സമരജാഥയ്ക്ക് ചാലക്കുടിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇന്ന് കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളെ മുഴുവൻ, പാവപ്പെട്ട കർഷകരെ മുഴുവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, മരണഭയം മൂലം ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഈ പ്രദേശത്തെ ജനങ്ങളോട് ഞാനത് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ കർഷകരും ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിദയനീയമായ ഒരു സാഹചര്യം. കാട്ടാനയും കടുവയും കാട്ടുപന്നിയും വന്യമൃഗങ്ങളും ഒക്കെ ഇറങ്ങി കൃഷി നശിപ്പിച്ച് ജീവൻ നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന മലയോര ജനത, ആ മലയോര ജനതയെ സംരക്ഷിക്കണം, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം. നിസ്സംഗമായ ഈ ഗവൺമെൻറ് ഇനിയെങ്കിലും ഇടപെടണം. വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, മലയോര പട്ടയം വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് മലയോര പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ നിരവധിയായ ബഫർ സോൺ വിഷയം, ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് അധ്വാനിച്ച് മണ്ണിനെ പൊന്നാക്കി
കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വരുന്ന അതിദയനീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വനനിയമം കൊണ്ടുവന്ന് നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടതിന് പകരം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾ, ഈ ജനതയുടെ കണ്ണുനീർ, ഈ ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സമരനായകൻ, കേരളത്തിലെ ജനലക്ഷങ്ങളുടെ വികാരവും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ഈ മലയോര സമരജാഥ ചാലക്കുടിയിലേക്ക് കടന്നു വരുന്നത്. നിരവധി തവണ കേരളത്തിൻ്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ടും അതുപോലെ തന്നെ സമരങ്ങളായിട്ടും പ്രക്ഷോഭങ്ങളായിട്ടും ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് അതിനെതിരെയുള്ള അതിശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. UDFൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ഇനി സംസാരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ ജനവിരുദ്ധമായ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരയാഥ ഇവിടെ കടന്നു വന്നത്. ഈ സമരയാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയ ചാലക്കുടിയിലെയും ഈ പ്രദേശത്തെയും മലയോര കർഷകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ സമരജാഥ ഇവിടെ നടത്താൻ ആവശ്യമായ സ്ഥലം വിട്ടുതന്നത് മലയോര കർഷകൻ കൂടിയായിട്ടുള്ള ചന്ദ്രേട്ടൻ അടക്കമുള്ള ആളുകളാണ്. അവരോടും ഈ അവസരത്തിൽ നന്ദി സൂചിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ചാലക്കുടിയുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. ഇവിടെ ഒട്ടേറെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ട്. എല്ലാവരുടെയും പേര് പ്രതിപാദിച്ചതാണ്. ജാഥ ക്യാപ്റ്റൻ അടക്കം ഇവിടെ സന്നിധരായിരിക്കുന്ന ബഹുമാന്യ ആശയപ്രചരണത്തിൻ്റെ വേദിയാക്കി ഈ സദസ്സിനെയും ഈ വേദിയെയും മാറ്റണമെന്നതല്ല. നേരെ മറിച്ച് കഴിഞ്ഞ കാലാകാലങ്ങളായി മലയോര പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മുന്നണി തയ്യാറെടുക്കാൻ പോകുന്ന പ്രക്ഷോഭണ സമര പരിപാടികളിൽ നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനായ
അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ പറയാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം നിൽക്കുന്നത് ദിവസവും കേൾക്കുന്ന വന്യമൃഗ അക്രമങ്ങളുടെ വേദന കൊണ്ടാണ്. കടന്നു വന്ന വഴികളിൽ ബഹുമാനപ്പെട്ട ശ്രീ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ അടുത്ത ദിവസം ഞാൻ വന്നപ്പോൾ നേതാക്കന്മാരോട് പറഞ്ഞു, ഇതിൻ്റെ പരിസര പ്രദേശം മുഴുവൻ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശമാണ്. ഞാൻ ഉൾപ്പെടെ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ സനീഷ് ഉൾപ്പെടെ ഇവിടുത്തെ ഒട്ടേറെ പ്രദേശങ്ങളിൽ പലപ്പോഴും നമുക്ക് കടന്നു പോകേണ്ടി വന്നു. നശിച്ച വാഴകൾ, നശിച്ച തെങ്ങിൻ തൈകൾ, നശിച്ച റബ്ബർ തൈകൾ, അതിൻ്റെയൊക്കെ മുന്നിൽ നിസ്സാരമായി നിൽക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഒരുപക്ഷെ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ സമാന്തര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്, വിശ്വാസത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ ജാഥ കടന്നു വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഐക്യജനാധിപത്യ മുന്നണി നമ്മളോടൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം. കഴിഞ്ഞ 2016 ശേഷം, ഞാൻ കണക്ക് കൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കുന്നു, 2016 ശേഷം വന്യമൃഗ അക്രമത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മലയോരത്തുള്ള ജനങ്ങൾ 1000-ലധികം വരും. ഏകദേശം 8000-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റി. വളർത്തുമൃഗങ്ങൾ 5000-ലധികം വളർത്തുമൃഗങ്ങൾ മരിച്ചുപോയി. നമുക്കറിയാം, ഒട്ടേറെ ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ നിസ്സഹായത, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ വേദന, ഇത് മൂലം വീർപ്പുമുട്ടുന്നവരാണ് ഇവിടുത്തെ ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്നവർ. അവരെ സഹായിക്കാൻ ആരുണ്ട്? ഇത്രമാത്രം അക്രമങ്ങളും ഇത്രമാത്രം കൊലപാതകങ്ങളും ഇത്രമാത്രം തെറ്റായ നയങ്ങളും ഈ മലയോര പ്രദേശത്തുണ്ടാകുമ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ച ഭരണകൂടമാണ് സംസ്ഥാന ഭരണകൂടം. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ജാഥയുടെ ഒരു ഏറ്റവും വലിയ നേട്ടം, ആ ബില്ല് പാർലമെന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഥയ്ക്കുള്ളത്. ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഗവൺമെന്റ് നടപടി എന്ത്? തുച്ഛമായ തുക 2019-20 കാലഘട്ടത്തിൽ ഗവൺമെന്റ് മാറ്റിവെച്ചത് ഈ മലയോര മേഖലകളിൽ 6.5 കോടി രൂപയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പരിശോധിച്ചു, 48 കോടി രൂപ അനുവദിച്ചു ഗവൺമെന്റ്. അതിന്റെ പകുതി പോലും ബഹുമാനപ്പെട്ട സതീശൻ എന്നേക്കാൾ കൂടുതൽ കാര്യം പറയും, പകുതി പോലും നിർവാക്കില്ല. നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി റേഞ്ചിന്റെ കീഴിലാണ്. നമ്മൾ നിൽക്കുന്നത് വാഴച്ചാൽ റേഞ്ചിന്റെ കീഴിലാണ്. നമ്മൾ കടന്നു പോകാൻ പോകുന്ന മലയാറ്റൂർ റേഞ്ചിലേക്കാണ്. ഇവിടെ എല്ലാം മലയോര പ്രദേശങ്ങളാണ്. ഈ മലയോര പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നബാർഡിൽ നിന്നും 13.5 കോടി രൂപ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, വസ്തുത അറിയണം, ആ നബാർഡ് അനുവദിച്ച 13.5 കോടി രൂപയുടെ ടെൻഡർ നടപടി പോലും തുടങ്ങാൻ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. എവിടെയാണിവർ? നമ്മുടെ നേതാക്കന്മാർ പോയി ആരുടെ വീട്ടിൽ? കടുവ കടിച്ച് കൊല്ലപ്പെടുത്തിയവരുടെ വീട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഭരണകൂടമുണ്ടല്ലോ, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. മലയോര പ്രദേശങ്ങൾ ദിവസവും ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ, അക്രമത്തിന് വിധേയരാകുമ്പോൾ, ജനങ്ങൾ അസ്വസ്ഥരായി കഴിയുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ ഉണ്ടോ എന്ന് ഞാൻ വേദനയോടുകൂടി ചോദിക്കുന്നു. എവിടെ പോയി പിണറായി വിജയൻ? പിന്നെ പോയി എന്ന് പറയുന്ന ആള് ചെല്ലുന്നതിന്, വന്യജീവികൾ ചെല്ലുന്നതിനേക്കാൾ ആളുകൾ ഭയപ്പെടുന്നത് ചെന്ന മന്ത്രി ശ്രീ AK ശശീന്ദ്രന്റെ പാട്ടും ശബ്ദവും കേൾക്കുമ്പോഴാണ്. വന്യമൃഗങ്ങൾ ആക്രമിച്ച ആളുകൾ വീട്ടിൽ കഴിയുമ്പോൾ, ഭയവിഹതരായി കഴിയുമ്പോൾ, കടുവ പിടിച്ച ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ, കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാടുന്ന പാട്ട് ചോളിക്കെ പീച്ചെ ക്യാഹേ എന്ന പാട്ട് പാടി അദ്ദേഹം ആളുകൾക്ക് രസം പകരുന്ന രീതിയിലേക്ക് പോയാൽ നമ്മൾ ആലോചിക്കണം, ഈ ഭരണകൂടം ആർക്ക് വേണ്ടിയാ? ഈ ഭരണകൂടത്തിന് വേണ്ടിയാ? അസരെന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മറ്റു നേതാക്കന്മാർ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്ര മാത്രം നിഷ്ക്രിയമായൊരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതികരണമാണ്. ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മലയോര പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
പലരും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹിതന്മാർ ഇപ്പോൾ പലയിടത്തും പോയി ജാഥയ്ക്ക് മുന്നിൽ പോയി ഓഫീസുകളിൽ പോയി അവർ ധർണ നടത്തുന്നു. ഇതിന് മുന്നോടിയായി ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ രാഷ്ട്രീയം ഈ കാര്യത്തിൽ മറ്റു രാഷ്ട്രീയമല്ല. നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, ആ രാഷ്ട്രീയം മലയോരത്തെ പാവപ്പെട്ട ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ഐക്യജനാധിപത്യ മുന്നണി ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ സംഘടിപ്പിച്ചിട്ടും ഈ നിയോജകമണ്ഡലത്തിന്റെ തൃശൂർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഈ ജാഥയെ കാണാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും കടന്നു വന്ന ബഹുമാനിരായ സഹപ്രവർത്തകന്മാരെ, നിങ്ങളുടെ സാന്നിധ്യം ഈ ജാഥയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നു. നിങ്ങളുടെ സാന്നിധ്യം മലയോര മേഖലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തേരോട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ആവേശം പകരുന്നു. കടന്നു വന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു. കടന്നു വന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ബഹുമാനിരായ മുഴുവൻ നേതാക്കന്മാരും ഈ രാവിലെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ജാഥയെ കൂടുതൽ പ്രോജ്വലമാക്കാൻ തയ്യാറായ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിന് ശേഷം ഈ ജാഥ പോകേണ്ടത് നമുക്കറിയാം മലയാറ്റൂരിലാണ്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ, നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽപ്പെട്ട അങ്കമാലി നിയോജകമണ്ഡലത്തിലെ മലയാറ്റൂർ നടക്കുന്ന പ്രദേശത്താണ് ജാഥ എത്തിച്ചേരേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിവാദ്യം ചേരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. UDFിൻ്റെ ഏറ്റവും ആദരണീയനായ നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബു XMLA അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, കൺവീനർ ശ്രീ MM ഹസൻ, ഘടകകക്ഷി നേതാക്കന്മാരെ, MLA മാർ, MP, മുൻ MLA മാർ, UDFിൻ്റെ വിവിധ ഘടകകക്ഷി നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിലെല്ലാ ജില്ലകളിലും മനുഷ്യ വന്യമൃഗ സംഘർഷം ഓരോ വർഷം കഴിയുമ്പോഴും, മാസങ്ങൾ കഴിയുമ്പോഴും, ദിവസങ്ങൾ കഴിയുമ്പോഴും വർദ്ധിച്ചു വരികയാണ്. വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ മലയോര ജനത നേരിടുന്നത്. 24 മണിക്കൂറും മരണഭീതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത. ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, ആന, കാട്ടുപോത്ത്, കലി, കടുവ, കുരങ്ങ്, മയിൽ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആയിരക്കണക്കിന് ജീവൻ ബലികഴിക്കപ്പെട്ടിരിക്കുകയാണ്. വിളകൾ നശിപ്പിക്കുന്നു, സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുന്നു, വളർത്തുമൃഗങ്ങൾ നശിപ്പിക്കുന്നു. സർക്കാരിന് യാതൊരു അനക്കവുമില്ല. ഒരു സർക്കാരിൻ്റെ പ്രാഥമിക കടമയെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ കടമ അവർ നിർവഹിക്കുന്നില്ല. ജീവിക്കാനുള്ള അവകാശം പോലും ഈ സർക്കാർ നിഷേധിക്കുകയാണ്. അത് വെറും അവകാശമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പ് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അത് മൗലികാവകാശമാണ്. അത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. ആ റൈറ്റ് ടു ലൈഫ് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം സുപ്രീം കോടതി പലതരത്തിൽ അതിന് വ്യാപ്തി കൊടുത്തിട്ടുണ്ട്. അർത്ഥവത്തായി ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെ സ്വൈര്യമായി രാത്രിയിൽ ഉറങ്ങുന്നതിനുള്ള അവകാശം പോലും മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട്. സുപ്രീം കോടതിയുടെ ആ വിധികളൊക്കെ ലോ ഓഫ് ദി ലാൻഡാണ്, സർക്കാരിനെല്ലാം ബാധകമായിട്ടാണെങ്കിൽ പോലും സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല.
സ്വയം രക്ഷാർത്ഥം എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്നതാണ്. നമ്മൾക്ക് മരണഭീതി ഉണ്ടെങ്കിൽ, നമ്മൾക്ക് മാരകമായ ഉപദ്രവം ഏൽക്കുമെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണത് ചെയ്യുന്നെങ്കിൽ ആ മനുഷ്യനെ കൊല്ലാനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട്. നത്തിങ് ഈസ് ആൻ ഒഫൻസ് ഇഫ് ഇറ്റ് ഈസ് ഡൺ ഇൻ സെൽഫ് ഡിഫെൻസ്. സ്വയം രക്ഷാർത്ഥം ഒരാളെ കൊല്ലുകയാണെങ്കിൽ പോലും അത് കുറ്റകരമായി കൊല്ലുന്നു. പക്ഷെ ഇവിടെയോ ഇതുവരെ ഞങ്ങൾക്കൊന്നും അധികാരമില്ല എന്ന് പറഞ്ഞ വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ വയനാടിന് പോകുന്നതിന് മുമ്പ് കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവിട്ടുകൊണ്ടാണ്. എവിടെ നിന്ന് കിട്ടി ഈ അധികാരം? 2-3 ദിവസത്തിന് മുമ്പ്. ആ അധികാരം ഇവിടെ ഉണ്ട്. 1972 പാസാക്കിയ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ 11A വകുപ്പ് ചീഫ് വെൽഫെയർ വാർഡന് ഒരു ഡേഞ്ചറസ് ആനിമലിനെ ഹണ്ട് ചെയ്യാനും കൊലപ്പെടുത്താനുമുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള നിയമം ഇവിടെ നിൽക്കുമ്പോഴാണ്. എന്ന് മാത്രമല്ല, ചീഫ് വെൽഫെയർ വാർഡനുള്ള ഈ അധികാരം താഴോട്ട് സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വനവകുപ്പ് മന്ത്രി പറഞ്ഞത്, ഞങ്ങൾ കടുവയെ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാളും ആ നിസ്സംഗത എത്രയാണ്? വളരെ കുറ്റകരമായ ആ നിസ്സംഗത. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കർഷകന് കൃഷിസ്ഥലത്തിന് പോകാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥലങ്ങൾ കഴിഞ്ഞ് പോകുന്നതിന് പറ്റുന്നില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഇതിനൊരു അറുതി വേണ്ടേ? ഇതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് ആദരണീയ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ജാഥ നടന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ ജാഥ മാത്രമല്ല, വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ തടയുന്നതിന് വളരെ വ്യക്തമായ ഉപാധികളും കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. പരമ്പരാഗതമായ രീതിയിലുള്ള പല സംവിധാനങ്ങളുമുണ്ട്. സോളാർ പവർ ഫെൻസിങ് സംവിധാനമുണ്ട്, എലിഫൻ്റ് പ്രൂഫ് ട്രെഞ്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ആനമതിൽ തീർക്കുന്നുണ്ട്. അത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി അത് തെളിയിച്ചതാണ്. ആറളം ഫാമിലുള്ള ആനയുടെ ആക്രമണത്തിൽ അതിനെ തടയുന്നതിന് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി അന്ന് 13 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് ആനമതിൽ തീർക്കുന്നതിന്. അപ്പോൾ സോളാർ പവർ ഫെൻസിങ്, എലിഫൻ്റ് പ്രൂഫ് ട്രെഞ്ച്, അതുപോലെ തന്നെ ആനമതിൽ എന്ന് മാത്രമല്ല, ആനകളും മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്നതിനും കാരണമുണ്ട്. കാട്ടിൽ അവർക്ക് ഭക്ഷിക്കുന്നതിന് സാധനങ്ങളില്ല, ജലമില്ല. അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നത് ഈ ആനയ്ക്കുമൊക്കെ ഉള്ള ആഹാരത്തിനുള്ള മുളയും ഈറ്റയും ഒക്കെ തന്നെ ധാരാളമായി വനങ്ങളിൽ ഉണ്ടാക്കണം, തടയിണകൾ ഉണ്ടാക്കണം, ജലം അവിടെ ആയിട്ട് കിട്ടണം. അതൊന്നും ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഇയർലി അലാമിങ് സിസ്റ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. ആ റിമോട്ട് ഇതുകൊണ്ട് സെൻസർ സംവിധാനമുണ്ട്. വന്യമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അലാറം ഉൾപ്പെടെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കണം എന്ന് വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, എന്തെല്ലാം ചെയ്യണമെന്ന് ഉപാധി പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ഒരു നല്ല തുടക്കം പകുതി ജയിച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഈ ജാഥ തുടങ്ങുമ്പോൾ തീരുമാനമെടുത്തിരുന്നത് ഈ വനം വകുപ്പ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നുള്ളതാണ്. ഈ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാർ അത് പിൻവലിച്ചു. പറഞ്ഞത് എന്താണെന്ന്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന്. അത് അവരുടെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ
വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിനെ തടയാനുള്ള സാങ്കേതികമായ രീതിയിലും അതുപോലെ തന്നെ പരമ്പരാഗതമായ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ മലയോര ജനതയെ സംരക്ഷിക്കാനാണ് ഈ ജാഥ. ഞാൻ കൂടുതലായി ഇതിൽ ഇത്രയും ഈ രാവിലെ സംഘടിപ്പിച്ച ഈ ഹൃദ്യമായ സ്വീകരണത്തിന് JSSൻ്റെ എല്ലാ അഭിവാദനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റഷീദ് അവർ ക്ഷണിക്കുന്നു. പ്രിയങ്കനായ യോഗാധ്യക്ഷൻ സനീഷ് കുമാർ ജോസഫ് MLA, പ്രിയപ്പെട്ട ജാഥാ നായകൻ VD, പ്രിയപ്പെട്ട UDF കൺവീനർ MM ഹസൻ സാഹബ്, പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ MP അവർകൾ, വേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മലയോര മനുഷ്യർക്ക് ജീവിക്കാൻ അവസരമൊരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രിയങ്കരനായ VDയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയ്ക്ക് ഹരിത രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരാൻ മാത്രം ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. വന്യജീവികൾ മനുഷ്യരെ കൊന്നാലും ജീവിക്കാൻ അനുവദിക്കാതെ പോയാലും അതിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളെയാണ് ഭയക്കുന്നത്. ഒന്ന് വന്യജീവികളെയാണെങ്കിൽ, ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നാട് മാറിയിരിക്കുന്നു എന്ന് നാം കാണണം. അതിനെതിരെയാണ് വന്യജീവികൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാട് മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യമൊരുക്കാനുള്ള, മുഖ്യമന്ത്രിയെ ഭയക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയക്കാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് കൂടെയാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കുന്നു. സർവ്വ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. UDFിൻ്റെ ഏറ്റവും ആദരണീയനായ കൺവീനർ ശ്രീ MM ഹസൻ അവർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ MLA ശ്രീ സനീഷ് ജോസഫ്, പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ, ഈ മലയോര സമരയാത്ര നയിക്കുന്ന കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഘടക കക്ഷികളുടെ നേതാക്കളായ ശ്രീ അനൂപ് ജേക്കബ് MLA, അഡ്വക്കേറ്റ് രാജൻ ബാബു, ശ്രീ റഷീദ്, ശ്രീ ജോസ്മോൻ, MLA മാരായ ശ്രീ റോജി ജോൺ, അൻവർ സാദത്ത്, മുൻ MP ശ്രീമതി രമ്യ ഹരിദാസ്, കേരള കോൺഗ്രസിൻ്റെ നേതാക്കളായ PC തോമസ് ഉണ്ണിയാടൻ, ഈ ജില്ലയിലെ നേതാക്കളായ ശ്രീ അബ്ദുറഹ്മാൻ കുട്ടി, ശ്രീ അനിൽ അക്കര, UDFിൻ്റെ ജില്ലാ കൺവീനർ ഗിരിജൻ, ശ്രീ ടാജറ്റ്, ശ്രീ വിൻസെന്റ്, ഞാൻ പറഞ്ഞു, ജോസ് വള്ളൂർ, മുൻ കൺവീനർ നമ്മുടെ ജോസഫ് ചാലിശ്ശേരി, ശ്രീ PV കുര്യാക്കോസ്, മറ്റ് നിരവധി നേതാക്കളുണ്ട് ഇവിടെ. നമ്മുടെ ശ്രീ അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, ശ്രീ പൈലപ്പൻ തുടങ്ങി ഈ ചാലക്കുടിയുടെ സമുന്നതരായ നേതാക്കളെ, KPCCയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, ഷാനിമോൾ ഉസ്മാൻ, ശ്രീ ജെയ്സൺ ജോസഫ്, മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഈ യാത്ര
കഴിഞ്ഞ കുറേ നാളായി നടക്കുകയാണ്. കണ്ണൂരിലെ ഇരിക്കൂറിൽ കരുവഞ്ചാലിൽ നിന്ന് തുടങ്ങിയതാണ്. യാത്രയിലുടനീളം ഇതിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ തൊണ്ടവേദന കാരണം ശബ്ദം ഏതാണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഞാൻ പ്രസംഗിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ അല്ലെങ്കിലും എൻ്റെ ശബ്ദം പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്താ ഇങ്ങനെ ആയിപ്പോയത്. അത് പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരച്ചാലുണ്ടാവുന്ന ശബ്ദം എനിക്ക് സ്വായത്തമായത് എൻ്റെ മാത്രം ബുദ്ധിമുട്ട് കൊണ്ടല്ല, കാലത്തിൻ്റെ പഴക്കത്തിൽ. കാരണം 10-14 വയസ്സിൽ പ്രസംഗിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഏതൊരു ഉപകരണവും ഒരുപാട് കാലം ഉപയോഗിച്ചാൽ അതിന് അറ്റകുറ്റപ്പണിയൊക്കെ സംഭവിക്കും, തേയ്മാനം ഉണ്ടാവും. അത് മാത്രമേ എനിക്കും സംഭവിച്ചിട്ടുള്ളൂ. ശ്രീമാൻ സതീശന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതുപോലുള്ള ശബ്ദമായി മാറും എന്ന് മാറാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു നേതാക്കന്മാരെ രാജൻ ബാബുവും നേരത്തെ ഷിബു ബേബിനോടൊക്കെ സംസാരിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സമരജാഥയല്ല. രാഷ്ട്രീയമുണ്ട്, അത് വലിയ പറഞ്ഞ രാഷ്ട്രീയമാണ്. മലയോര കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശം, ഈ രാജ്യത്തെ ഏതൊരു പൗരനും ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 21 എന്താ? സമാധാനമായി മാന്യമായി ജീവിക്കാനാണ് ഇന്ത്യൻ ഭരണഘടന നമുക്കെല്ലാവർക്കും അവകാശം നൽകിയിരിക്കുന്നത്. ഇത് മലയോര കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന പ്രദേശമാണിതെന്ന് ശ്രീ ബെന്നി ഇവിടെ പറഞ്ഞു. ആ വന്യമൃഗങ്ങളുടെ ആക്രമത്തിൽ പരിക്ക് പറ്റിയ ആളുകൾ ഇതാ ഇവിടെ നമ്മുടെ വലതുവശത്തും നിരവധി സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നു. അവരെല്ലാം വാസ്തവത്തിൽ മരണഭീതിയിൽ ജീവിക്കുകയാണ്. സാധാരണ അത്യാസന്ന നിലയിൽ നമ്മളൊക്കെ രോഗമായി കിടക്കുമ്പോൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണഭീതിയല്ല, മരിക്കാനുള്ള നമ്മുടെ ഒരു എന്താണ് ആഗ്രഹമില്ലായ്മയായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇതല്ല, ജീവിക്കുന്നു. എപ്പോഴാണ് കടുവ ഇറങ്ങുന്നത്, എപ്പോഴാണ് പുലി ഇറങ്ങുന്നത്, എപ്പോഴാണ് ആന ഇറങ്ങുന്നത്? നേരത്തെ തന്നെ കാട്ടുപന്നിയും കുരങ്ങും മയിലും സർവ നമ്മുടെ വനത്തിലെ ജന്തുക്കൾ ഇറങ്ങി എല്ലാം തകർക്കുകയാണ്. ഈ കാട്ടുപന്നി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോഴാണ് പറഞ്ഞു, നമ്മുടെ UDF കൺവീനർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയല്ല, ഇപ്പോൾ വയനാട്ടിൽ കാപ്പിക്കുരു പറിക്കുന്ന സീസണാണ്. അദ്ദേഹം പറഞ്ഞു പണ്ട് ഞാൻ ഇറങ്ങി കാപ്പിക്കുരു പറിക്കുമായിരുന്നു, ഇപ്പം പേടിയാണ്. രാവിലെ ഇറങ്ങിയാൽ കാട്ടുപന്നി വരും. കാട്ടുപന്നി വന്നാൽ നേരെ നമ്മുടെ പുറത്തോട്ടാണ് അത് ചാടി വീഴുന്നത്. ആ വീഴ്ച ഒന്നുകിൽ കയലിലോ മറ്റു മുട്ടിലോ തകരാറിട്ടും, ഇല്ലെങ്കിൽ മരണമടയും. കാട്ടുപന്നിയുടെ ശല്യം. അപ്പോൾ ഇവിടെ ശ്രീ ബെന്നി കണക്ക് പറഞ്ഞു, ഈ കഴിഞ്ഞ നമ്മുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ, കർഷകരെ രക്ഷിക്കാൻ ഒരുപാട് പ്രതിരോധ നടപടികൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ യാത്രയിൽ കടന്നു വരുമ്പോൾ ആറളത്ത് വന്നപ്പോൾ പറഞ്ഞു, 16 ആളുകൾ ആന ചവിട്ടിക്കൊന്ന ആറളത്ത് അവിടുത്തെ MLA ശ്രീ സണ്ണി ജോസഫ് പറയുകയായിരുന്നു, ആന മതിൽ കെട്ടാൻ 10-13 കോടി രൂപ ഈ ആറളത്ത് ചെലവഴിച്ചു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഇവിടെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ഫെൻസിങ്, കിടങ്ങുകൾ കുഴിക്കുക, മറ്റ് പലതരത്തിലുള്ള പ്രതിരോധ നടപടികൾക്കും നമ്മുടെ ഭരണകാലത്ത് വളരെ വളരെ ഫലപ്രദമായ നടപടികളാണ് എടുത്തത്. അന്ന് ഇതുപോലെ ആ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ത് ചെയ്യാം, പിണറായി വിജയൻ ഭരിക്കാൻ വന്ന സമയത്ത് തന്നെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടു കൂടി ഇറങ്ങി ആളുകളെ ആക്രമിക്കുകയാണ്. 1000 നിയമസഭയിൽ നമ്മുടെ MLA-മാർ ചോദിച്ച ചോദ്യത്തിന് ഔദ്യോഗികമായി കൊടുത്ത കണക്കാണ്. 1000-ത്തിലധികം പേർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 8000-ത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റി. ഏതാണ്ട് 10,000 കന്നുകാലികൾ അവരെല്ലാം ചത്തടിഞ്ഞു. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ 60,000-ത്തിലധികം വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഔദ്യോഗികമായി തന്നിട്ടുള്ള കണക്കുകൾ. കൃഷിനാശത്തെക്കുറിച്ച് ആരും നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല. എന്താ കാര്യം? ലക്ഷങ്ങളല്ല കോടിക്കണക്കിനാണ് രൂപയുടെ കൃഷിനാശം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കർഷകന്റെ മലയോര കർഷകന്റെ ആകെ വരുമാനം എന്താ? അവന്റെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം. കേരളത്തിലെ കർഷകർ മുഴുവനും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. റബ്ബറായാലും നാളികേരമായാലും നെൽകൃഷി എത്ര കർഷകരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ മലയോരത്ത് മറ്റ് കർഷകരെല്ലാം അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയേക്കാൾ അതിഗുരുതരമായ പ്രതിസന്ധി മലയോര കർഷകർ അനുഭവിക്കുകയാണ്.
അപ്പം ഇത്രയധികം ആളുകൾ മരണമടഞ്ഞിട്ട് ഈ സർക്കാർ എന്താ ചെയ്തത്? ആ സന്ദർഭത്തിലാണ് ഞാൻ പഴയ ചരിത്രം മുഴുവൻ പറഞ്ഞ് സമയം അപഹരിക്കുന്നില്ല. പക്ഷേ 2019 കൊണ്ടുവന്ന നിയമം, വന നിയമത്തിനൊരു ഭേദഗതി, അതാണ് കറങ്ങി ഇതാ ഇത്തവണ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ 17-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ഒരു നിയമം അവതരിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കണം. നിയമസഭയിൽ വന്ന് ഗവൺമെൻറ് ഇത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനു മുമ്പ് വളരെ ശക്തമായി പറഞ്ഞു, ഏറ്റവും അവസാനം നിയമസഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് നമുക്ക് സംശയം തോന്നിയപ്പോൾ UDF-ന്റെ യോഗം കൂടി വളരെ ശക്തമായി പറഞ്ഞു, ഈ വന നിയമ ഭേദഗതി പിൻവലിച്ചില്ലെങ്കിൽ ഇതിനെതിരെ അതിശക്തമായ സമരം നടത്തും. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു, ഈ നിയമസഭയിൽ ഞങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കില്ല. അപ്പോഴും മുഖ്യമന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ അതിനൊരു മറുപടിയും പറഞ്ഞില്ല. അവസാനം നമ്മൾ മലയോര സമരജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി ബില്ലും വഴിയിൽ ഉപേക്ഷിച്ച് ഏത് കണ്ടത്തിൽ കൂടി ഒളിച്ചോടിയെന്ന് ആർക്കും പിടിയിട്ടിട്ടില്ല. കാരണം ഒരു ഗവൺമെന്റിന്, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ വർത്താനം കേട്ടാലും അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമം വേണ്ടെന്ന് ഞങ്ങൾ വച്ചു. 2019 മുതൽ 2024 വരെ ഈ ബില്ലിനെതിരായിട്ട് എത്ര സമരങ്ങളുണ്ടായി, ജനരോഷം ആളിക്കത്തി. അപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ മലയോര സമരയാത്ര നടക്കുമ്പോൾ ഇതിന് മുമ്പ് അത് പിൻവലിക്കണം. പക്ഷെ ഇതൊന്നും വനത്തിലെ വന്യമൃഗങ്ങൾ അറിഞ്ഞില്ല. വനത്തിനകത്ത് അനധികൃതമായി വനയോര കർഷകർ കയറിയാൽ, കുളത്തിൽ പോയി കുടിച്ചാൽ, കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുവന്നാൽ, ആദിവാസി സ്ത്രീകൾ അവിടെ പോയി ചുള്ളിക്കമ്പ് പറക്കിയാൽ, അതെല്ലാം അനധികൃതമായി വനത്തിൽ പ്രവേശിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ പേരിൽ കേസെടുക്കുക മാത്രമല്ല, ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു സമ്പ്രദായം. അവർക്ക് അറസ്റ്റ്, അതായത് അവരെ ജയിലിലടക്കുകയാണ് സർക്കാർ. അങ്ങനെ പോലീസിൽ FIR എടുക്കണം, നടപടികളുണ്ട്. ഇതൊന്നും വേണ്ട. അവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഒന്നാമത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അതിക്രമം കൊണ്ട് മലയോര കർഷകർക്ക് ജീവിക്കാൻ വയ്യ. വന്യമൃഗങ്ങളോട് ഈ ക്രൗര്യവും ശൂര്യവും ഒക്കെ അവർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് മലയോര കർഷകർ പലപ്പോഴും ചോദിക്കും. കാരണം ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ തടയാനുള്ള വകുപ്പുകളുണ്ട്. ഈ നിയമം പിൻവലിക്കുന്ന അവസരത്തിൽ മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് നമ്മുടെ ഇതിനുള്ള പ്രതിവിധി നമ്മൾ വ്യക്തമായി നിർദ്ദേശിച്ചുകൊണ്ടാണ്, അതാണ് പറഞ്ഞത്, രാഷ്ട്രീയമായി ഡിമാൻഡുകൾ വെച്ച് ആ ഡിമാൻഡുകൾ നേടിയെടുക്കാനുള്ള സാധാരണ സമരമല്ല ഇതെന്ന് സ്ഥാപിക്കാനാണ്. പത്രക്കാർ ചോദിച്ചു, വന്യമൃഗ ആക്രമണം കൂടി വരികയില്ലേ, അത് തടയാൻ എന്താ തടസ്സം? ഇവിടെ ശ്രീ രാജൻ ബാബു പറഞ്ഞു, അദ്ദേഹം നമ്മുടെ ഹൈക്കോടതിയിലെ നല്ലൊരു അഭിഭാഷകനാണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് വന്യമൃഗങ്ങൾ മലയോരത്തുള്ള ജനങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തിരിക്കുക. ആർക്ക്? ഈ ചീഫ് വൈൽഡ് വാർഡൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു, അതെ, നിയമം വ്യക്തമല്ല. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 അംഗ സമിതി ഉണ്ടാക്കണം, അവർ കൂടണം, അവരാലോചിക്കണം, മുകളിൽ നിന്ന് ഉത്തരവ് വരണം. മുഖ്യമന്ത്രി എന്നിട്ട് അദ്ദേഹം ചിരിക്കാത്ത മുഖ്യമന്ത്രി ഒന്ന് ഊറിച്ചിരിച്ചിട്ട് ചോദിക്കുക, അതുവരെ അവിടെ ബലമിളകിയ ആന നിൽക്കുമോ? ഉത്തരവ് വരുന്നത് വരെ കടിക്കാൻ വരുന്ന കടുവ നിൽക്കുമോ എന്നൊക്കെ തീർച്ച് അദ്ദേഹം എന്തോ ഒരു വലിയ തമാശ പറഞ്ഞ മട്ടിൽ ഊറിച്ചിരിക്കുക. അതാണ് രാജൻ ബാബു ചോദിച്ചത്. ഈ മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി എന്ന സ്ഥലത്ത് രാധ എന്ന ഒരു ആദിവാസി സ്ത്രീയെ കടുവ ഇറങ്ങി കടിച്ചതിൻ്റെ തല പകുതി ഭക്ഷിച്ച ജഡം കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയ വാർത്തയും അതിൻ്റെ ദൃശ്യങ്ങളുമെല്ലാം നിങ്ങളെല്ലാവരും കണ്ടു. അവിടെ ആ സ്ഥലത്തെ MLA മന്ത്രിയാണ് കേളു. അദ്ദേഹം വന്നു, അദ്ദേഹത്തെ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. വനം വകുപ്പ് മന്ത്രി, സാക്ഷാൽ വനം വകുപ്പ് മന്ത്രി വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, ഈ കടിച്ച കടുവ കാട്ടിലേക്ക് ഓടി, ആ കടുവയെ വെടിവെക്കാൻ ഉത്തരവിടാതെ നിങ്ങൾക്കിവിടെ ഈ തറയിൽ മണ്ണിൽ കാലുകുത്താൻ പറ്റില്ല.
AK ശശീന്ദ്രൻ ഈ ഒരു യാത്ര നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു അത് സതീശൻ്റേത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. അതിലെല്ലാം അദ്ദേഹം മാപ്പ് പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഉത്തരവ് അപ്പോഴേക്കും ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. എന്താ ആര് കൊടുത്തു ഉത്തരവ്? മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഈ വകുപ്പ് നടപ്പിലാക്കാനുള്ള ഞങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഈ വന്യമൃഗങ്ങൾ കേന്ദ്ര നിയമമനുസരിച്ച് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കും. കാരണം ആ കടുവയുടെ ആക്രമണത്തെ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങളിലുണ്ടായ രോഷം അത് ആളിക്കത്തുകയായിരുന്നു. മുഖ്യമന്ത്രി വല്ലതും അവിടെ വന്ന് പെട്ടിരുന്നെങ്കിൽ കടുവയെ പ്രതിരോധിക്കുന്നതിനേക്കാൾ ശക്തിയായ അവിടുത്തെ മലയോരത്തെ കർഷകർ മുഖ്യമന്ത്രിയുടെ നേരെ ചാടി വീണേന്. ആ ഘട്ടത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ കൊടുക്കാൻ പറ്റാത്തത്? അതിൻ്റെ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദമായി പറഞ്ഞു. 72 വന്യജീവി സംരക്ഷാ നിയമത്തിൽ 11A അദ്ദേഹം പറഞ്ഞു അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 5B2 കൊടുത്തിട്ടുള്ള ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു. നിങ്ങൾക്കറിയാമോ, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതുപോലെ കൊല്ലാൻ വന്നാൽ മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ ഈ ചീഫ് വൈൽഡ് വാർഡന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാടുകൾ പല പ്രദേശങ്ങളിലെയും വന്യമൃഗങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഈ അധികാരം അവർ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 2024 വരെ 1000 പേർ കൊലപ്പെട്ടതിന് യഥാർത്ഥത്തിൽ അവരെ കൊല ചെയ്യുന്നതിന് ഒന്നാം പ്രതിയായി കേസെടുക്കേണ്ടത് കേരള സർക്കാരിനെയാണ്, വനം വകുപ്പിനെയാണ്. ഇതും ഇവർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ പ്രധാന ആവശ്യം ആദ്യം തന്നെ ഇവിടെ ബെന്നി പറഞ്ഞതുപോലെ ആദ്യത്തെ ഈ വന നിയമ ഭേദഗതി പിൻവലിച്ചതോടുകൂടി ഈ സമരത്തിൻ്റെ ആദ്യ വിജയമാണ്. ഇനി അന്തിമ വിജയം എന്താണ്? ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അതിലാണ് നമ്മൾ പറയുന്നത്. വെറുതെ അല്ല. ഈ നിയമത്തിൽ ആ ഭേദഗതി വേണമെങ്കിൽ ഭേദഗതി വേണം. ഈ ഞങ്ങളുടെ യാത്രക്കിടയിൽ യാത്ര ഉദ്ഘാടനം ചെയ്തത് KC വേണുഗോപാലാണ്. ഇന്നിവിടെ ബെന്നി പങ്കെടുക്കുന്നു. നമ്മുടെ പ്രിയങ്കരിയായ വയനാട് MP പ്രിയങ്കാജി അവിടെ വന്ന് പങ്കെടുത്തു. മേപ്പാടിയിൽ അവർ ആ വേദിയിൽ പ്രഖ്യാപിച്ചു ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിയമ ഭേദഗതി വേണമെങ്കിൽ നിയമ ഭേദഗതി, ആ നിയമത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ അവ്യക്തത മാറ്റാനുള്ള നടപടി ഞങ്ങൾ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിച്ചിരിക്കും എന്നൊരു ഉറപ്പ് അവർ കൊടുത്തു. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനു വേണ്ടിയാ. നമ്മുടെ ഈ സമര ജാഥ ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഗവൺമെന്റിന്റെയും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുമ്പിൽ ഇതൊരു വലിയ വിഷയമായി വരുമായിരുന്നില്ല. അതാണ് ഈ ജാഥയുടെ ആദ്യത്തെ വിജയം. നമ്മൾ നിയമ ഭേദഗതി പിൻവലിച്ചു. അന്തിമ വിജയം അതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കാർഷിക രംഗത്തെ പ്രതിസന്ധി. അത് ഞാൻ നേരത്തെ നിങ്ങളെല്ലാം അനുഭവിക്കുന്നവരാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരുപാട് സമരങ്ങൾ നമ്മൾ നടത്തി. നിയമസഭയ്ക്കകത്ത് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വിചാരിച്ചാലേ ഇന്ന് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. സംഭരണ വില സർക്കാരുകൾ നിശ്ചയിക്കുന്നത് കൃഷിക്കാർക്ക് തൃപ്തിയാകുന്നില്ല. ഈ കുട്ടനാട് പ്രദേശങ്ങളിൽ നെൽകൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു. അവരിൽ നിന്ന് നെല്ലളക്കുന്നു, പണം കൊടുക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് പരിഹാരം ഉണ്ടാവണം. അതോടൊപ്പം ഒരു മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇവിടെ എല്ലാം നിങ്ങൾ ഒരു കാലത്ത് വളരെയധികം പ്രതിസന്ധിയിലായതാണ്. ബഫർ സോൺ. പശ്ചിമഘട്ടത്തിലെ ഈ ആവാസ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ച ഗാഡ്ഗിൽ കമ്മിറ്റിയും പിന്നീട് കസ്തൂരി രംഗൻ കമ്മിറ്റിയും നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ നിയോഗിച്ച ഉമ്മൻ കമ്മീഷനുമൊക്കെ ഇതേക്കുറിച്ച് വിശദമായ പഠനം നടത്തി. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അന്ന് UDF സർക്കാർ നൽകിയത് ബഫർ സോൺ കാര്യത്തിൽ 0 പോയിന്റായി പ്രഖ്യാപിക്കണം. ഇവിടെ നഗരങ്ങൾ പോലും ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇവിടെയും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇടുക്കിയിലെ കട്ടപ്പന ടൗൺ ബഫർ സോണിൽ പെട്ടതായിരുന്നു. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയെടുത്ത് അതിന് ഒരുപാട് നിയമ നടപടികളുണ്ടായി. സുപ്രീം കോടതി 1.5 കൊല്ലം മുമ്പ് തീരുമാനിച്ചു. ബഫർ സോൺ നിശ്ചയിക്കുന്നതിൽ ഈ കേരള സർക്കാരും കൊടുത്തിട്ടുള്ള ആ റെക്കമെൻഡേഷൻ അംഗീകരിച്ചുകൊണ്ട് 0 പോയിന്റായി പ്രഖ്യാപിക്കണം. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഈ നിലയ്ക്ക് പോയാൽ ഈ വന്യമൃഗാക്രമം, കാർഷിക പ്രതിസന്ധി ഇതെല്ലാം അനുഭവിക്കുന്ന മലയോര കർഷകർക്ക്
അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുക. ഈ 3 പ്രധാന പ്രശ്നങ്ങൾ വച്ചുകൊണ്ടാണ് ഈ മലയോര സമരയാത്ര നടത്തുന്നത്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന യാത്രയിൽ നമ്മുടെ യാത്രയുടെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയുന്നില്ല. ഈ സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ, അഴിമതി, ഓരോ ദിവസവും ഇന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ബ്രുവറി, പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു ബ്രുവറി ആരംഭിക്കാൻ പോകുന്നു. സർക്കാരിന് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാനല്ല താല്പര്യം, ഇല്ലേ? ജലദൗർലഭ്യം അനുഭവിക്കുന്ന ഈ കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ, അത് അഴിമതിയാണ്, വ്യക്തമായ അഴിമതി. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ വന്നത് എന്തിനാ? കരാർ ഉറപ്പിക്കാനാ. ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം എന്ത് കിട്ടിയെന്നാണ്. കമന്ന് വീണാൽ കാപ്പളവുമായി പോകുന്ന പിണറായി സർക്കാർ ബ്രുവറിയല്ല, ഇനി എന്ത് വന്നാലും അവർക്ക് അഴിമതിയാണ് പ്രധാനം. പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരല്ലേ. ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ എന്താ? മാർക്സിസ്റ്റുകാർ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അതിൻ്റെ എണ്ണം പെരുകുമ്പോൾ നാട്ടിൽ അതിനനുസൃതമായി അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം നെന്മാറയിൽ കണ്ടതാണ്. എന്താണ്? ഒരു കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ജാമ്യം കൊടുത്തു. ഇവിടെ TP ചന്ദ്രശേഖരൻ വധത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രതികളെയും ഇഷ്ടംപോലെ ബെയിൽ കൊടുത്ത് ഇറക്കി വിടും. ആ പ്രതി പോയി എന്ത് ചെയ്തു? ഒളിച്ചിരുന്ന് 2 പേരെ ഇരട്ട കൊലപാതകം നടത്തി. ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ബന്ധുക്കൾ, മക്കൾ, അവർ പോലീസുകാരോട് കേളപേക്ഷിച്ചു. ഇയാൾക്ക് വ്യവസ്ഥയിൽ മേൽ ജാമ്യം കൊടുത്തതാ. അപ്പോൾ പോലീസിന് അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ ഇരട്ട കൊലപാതകത്തിലെ പ്രതി ഒന്നുകിൽ മാർക്സിസ്റ്റ് അനുഭാവിയായിരിക്കും, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെ സ്വാധീനിച്ച് പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒന്നാലോചിച്ച് ചോദിക്കുക, അയാൾ കോടതി കയറി എനിക്ക് 100 കൊല്ലം ശിക്ഷ തന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അതാണ് ഈ രാജ്യത്തെ നീതി നടപ്പിലാക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാർ. ഇങ്ങനെ നമുക്ക് പറയാൻ തുടങ്ങിയാൽ ഇന്ന് മുഴുവനും സംസാരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതൊന്നും ദീർഘമായി പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് ദീർഘമായി സംസാരിക്കാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ സ്പർശിച്ചത്. അതുകൊണ്ട് ഈ സമരം നമ്മുടെ പ്രഖ്യാപനമാണിത്. ഈ സമരത്തിലൂടെ എന്താണ്? വന്യമൃഗ ആക്രമണങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന, ജീവൻ പണയം വെച്ച് ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ UDF പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഈ എന്താണ് നമ്മുടെ ആതിരപ്പള്ളി അല്ലല്ലോ, ചായപ്പാൽ, എന്താണ് ഈ സ്ഥലത്തേക്ക്, ചായപ്പാൽ കുഴി, മലയാറ്റൂർ, എല്ലാ പ്രദേശങ്ങളിലുമുള്ള മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം UDF ഉണ്ടാവും. ഇതിൻ്റെ അന്തിമ വിജയം നേടിയെടുക്കുന്നത് വരെ VD സതീശൻ നയിക്കുന്ന ഈ യാത്ര, അതുകൊണ്ടാണ് ഞങ്ങൾ UDF സമരയാത്ര എന്ന് പേര് കൊടുത്തത്. ഇത് ജാഥയല്ല. ഈ യാത്ര അവസാനിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോര ജനങ്ങളെ രക്ഷിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായാൽ മുന്നോട്ട് വന്നതിൽ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇത്രയും രാവിലെ തന്നെ നടത്തിയ ഈ പരിപാടി, ഇതിൻ്റെ പരിപാടിയെക്കുറിച്ച് ആലോചിക്കാൻ കൂടി യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. MPയും MLAയും ഒക്കെ അന്ന് പറഞ്ഞു, വേറെ എവിടെയും നടക്കുന്നതിനേക്കാൾ വമ്പിച്ച ജനക്കൂട്ടത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടി നടത്തിയിരിക്കുന്നു. അതിനും ഈ സംഘാടകർക്ക് എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മലയോര ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി മലയോര സമരയാത്രയുമായി ചായപ്പൻകുഴിയിലേക്ക് കടന്നു വന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വന്തം കരവിരുതിനാൽ കേരളത്തിലെ ഏറ്റവും ജനങ്ങളുടെ കണ്ണീരൊപ്പിയ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രം കരവിരുതിനാൽ ഒരുക്കിയ ലിജു യേശുദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മലയോരത്തിൻ നന്മയ്ക്കായി വരവായി സമരനായകൻ, മലനാടിന്റെ രക്ഷയ്ക്കായി വരവായി വീരമേകാൻ. മലയോര സമരജാഥയുമായി ചായപ്പൻകുഴിയിലേക്ക് കടന്നു വന്ന കേരളത്തിലെ നിയമസഭയ്ക്കകത്തും പുറത്തും ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ ഊർജ്ജസ്വലനായ സമരനായകൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവരുകളെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സി സനീഷ് ജോസഫ് MLA, പ്രിയപ്പെട്ട ബെന്നി ബഹനാൻ, മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, എനിക്കറിയാം ശബ്ദം തീരെയില്ല, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കൺവീനർ വിശദമായി സംസാരിച്ചത്. ഈ യാത്ര എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ എല്ലാവരും വിശദമായി പറഞ്ഞു. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. മലയോരത്ത് മുഴുവൻ ഭീതിയാണ്, സങ്കടങ്ങളാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്. വയനാട്ടിൽ ചെന്നപ്പോൾ ബത്തേരിയിൽ പറഞ്ഞു 5 കടുവയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവും? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. കൃഷി നശിച്ചിട്ട് പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. പശുവിനെ കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വയനാട്ടിൽ മാത്രം 9 പേരെ കടുവ കൊന്നു. ആറളം ഫാമിൽ 17 പേരെ ആന ചവിട്ടി കൊന്നു. ഇവിടെ പറഞ്ഞല്ലോ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി ഈ 6-7 കൊല്ലത്തിനുള്ളിൽ. 1000-ത്തിലധികം പേർ മരിച്ചു. 8,000-ത്തിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇവിടെ കണ്ടല്ലോ, കണ്ണ് നഷ്ടപ്പെട്ട ആൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഞങ്ങൾ കൊട്ടിയൂർ വെച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടു. വെളുപ്പിന് ബൈക്ക് തെറിപ്പിച്ച് നിലത്തിട്ടാണ്. ആന നെഞ്ചിൽ കാല് വെച്ചു. കുറച്ചു നേരം നോക്കി നിന്നിട്ട് കാല് വലിച്ചു. പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ 7 വാരിയല് പൊട്ടി. നഖം കൊണ്ട് കാല് മുഴുവൻ പോയി. ചെലവ് ആശുപത്രിയിൽ 15 ലക്ഷം രൂപ. ഒറ്റ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല. 4000-ഓളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഗവൺമെൻറ്. സാധാരണ പരമ്പരാഗതമായ രീതിയിൽ ഇത് പരിഹരിക്കാൻ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ പറഞ്ഞു വൻമതിൽ, സൗരോർജ വേലി, റെയിൽ ഗാർഡ്, കിടങ്ങുകൾ. 4 കൊല്ലമായി 1 രൂപ ഈ പ്രതിരോധത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടില്ല. 1 രൂപ. ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിധിക്ക്. കടുവ കടിച്ചു കൊല്ലോ, ആന ചവിട്ടി കൊല്ലോ ചെയ്യട്ടെ, അവരുടെ വിധി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോകരാജ്യങ്ങളും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ മൂവ്മെൻ്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനമുണ്ട്. വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചോടിക്കാൻ ഉള്ള പുതിയ സംവിധാനങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ, കർണാടകത്തിലൊക്കെ ഉണ്ട്. കേരളത്തിലെ വനം വകുപ്പ് മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതാണ് സ്ഥിതി. ഒരു കാര്യവും ചെയ്യുന്നില്ല. കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വേണം. അതിനെ കേരളത്തിലെ 18 MPമാരും UDFൻ്റെ പാർലമെൻറ്റിൽ പോരാടും. അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്. കഴിഞ്ഞ 3.5 കൊല്ലമായി നിരവധി പ്രാവശ്യം മലയോരത്തെ വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിസ്സംഗതയാണ്, മറുപടിയില്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ പറഞ്ഞു ബെന്നിച്ചേട്ടൻ, ബജറ്റിൽ പൈസ വെച്ചു, ചിലവാക്കില്ല. പ്ലാൻ ഫണ്ട് വെച്ചു, ചിലവാക്കില്ല. ഒരു പൈസ ഇക്കാര്യത്തിന് വേണ്ടി ചിലവാക്കാൻ സർക്കാർ തയ്യാറല്ല.
ഇപ്പം മലയോരത്ത് ചേന, ചേമ്പ്, കപ്പ അല്ലേ, ഇതൊക്കെ നടും. ഇപ്പം പന്നി ഒന്നും സമ്മതിക്കില്ല. നാളികേരം കുരങ്ങനിട്ടുകൊണ്ട് പോകും. വാഴ ആന കയറി നശിപ്പിക്കും. എല്ലാം നശിപ്പിക്കും. ഒരു കൃഷിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. നമുക്ക് 29.1% വനമാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. അത് സംരക്ഷിക്കണം. പക്ഷെ പിന്നെന്തിനാ വനം? ജനവാസ കേന്ദ്രങ്ങൾ വീണ്ടും വനമാക്കാൻ പോകുന്നു. അത് പാടില്ല. ബഫർ സോൺ, കേരളത്തിലെ പല പട്ടണങ്ങളും ബഫർ സോണിലാണ്. അത് വനമായി മനുഷ്യരങ്ങോട്ട് പോവും, ജീവിക്കാൻ നിവർത്തിയില്ല. ആ സാഹചര്യത്തിലാണ് ജാഥ തുടങ്ങുന്നത്. ഇവിടെ കൺവീനർ പറഞ്ഞു പരിഹാരമുണ്ടാക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തും. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി, മുൻഗണന മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. കാർഷിക മേഖല തകർന്നതും ബഫർ സോൺ പ്രശ്നവും ഭൂമി പ്രശ്നങ്ങളും പട്ടയം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ മലയോരത്തെ ജനങ്ങളുടെ ജീവിതം സങ്കടക്കടലാക്കി മാറ്റിയിരിക്കും. കൺവീനർ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ കൂടിയാണ്. ഇതിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കും. ഈ സ്വീകരണ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ കൺവീനർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസിനെ ക്ഷണിക്കുന്നു. പതിയെ 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 അതേ ഉള്ളൂ. അല്ലെ മലയാറ്റൂർക്ക് പോകാനായിട്ട് അങ്കമാലി തന്നെയല്ലേ നല്ലത്? അങ്കമാലിയിൽ ഭക്ഷണം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. അങ്ങേക്ക് വീഡിയോ എടുക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമര യാത്രയുടെ കോടശ്ശേരിയിൽ ചായിപ്പങ്കുഴിയിൽ എൻ്റെ സ്വന്തം ഗ്രാമത്തിൽ കേരളത്തിലെ മുഴുവൻ UDF നേതാക്കന്മാരും പങ്കെടുത്ത ഈ പരിപാടി വൻ വിജയമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ പ്രതിപക്ഷ VD സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ സ്ഥലം ഒരുക്കി തന്ന പ്രിയപ്പെട്ട